സ്കിൻ കെയർ പ്രോഡക്ട്സിൽ നാച്ചുറൽ പ്രോഡക്ട്സ് പോലും പലർക്കും അലർജിക്കാണ്. അത് പലരും പറയാറുണ്ട്. മഞ്ഞൾപ്പൊടി അലർജിക്കാണ് എന്ത് നമ്മൾ കൂടുതലും നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യുന്നത് എന്താണ്? പാക്കറ്റ് വാങ്ങി നമ്മൾ ഫേസിൽ യൂസ് ചെയ്യും. അതാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. പാക്കറ്റിൽ മിക്കവാറും അതിൽ കെമിക്കൽ ഉണ്ടാകും. കെമിക്കൽ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മഞ്ഞൾ വാങ്ങിച്ച് ഉണക്കി നമുക്ക് ആവശ്യത്തിന് പൊടിച്ചെടുക്കാം. അതിൽ വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അതുപോലെ പയർ പൊടിയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വറുത്ത് പൊടിച്ചെടുക്കാം. അത് നമുക്ക് ട്രൈ ചെയ്യാം. ചന്ദനം ഉണ്ടല്ലോ, അത് തടി വാങ്ങി പൊടിക്ക് പകരം നമ്മുടെ തടി വാങ്ങിച്ച് ഉരച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. അതുണ്ട്. രക്തചന്ദനം അങ്ങനെ യൂസ് ചെയ്യാം. കറ്റാർവാഴ, വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ അത് തന്നെ ക്ലീൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം പെട്ടെന്ന് ഒരു കെമിക്കലും ചേർക്കാതെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളുടെ വീട്ടിലെ കിച്ചൺ പ്രോഡക്ട്സ് കറി ഐറ്റംസിൽ യൂസ് ചെയ്യുന്ന മഞ്ഞൾ അതൊന്ന് മാറ്റി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്കിൻ ഇറിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളില്ല എങ്കിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് മാറാൻ പലപ്പോഴും പറഞ്ഞതാണ് മഞ്ഞൾ എപ്പോഴും ബെസ്റ്റാണ്. ഫേസിലായാലും സ്കിന്നിനായാലും നമുക്ക് യൂസ് ചെയ്യാം. ഡാർക്ക് സർക്കിൾസ് മാറാൻ കുറച്ച് ഹണിയും മഞ്ഞളും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഒരു 15 മിനിറ്റ്സ് യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യോഗട്ടും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർന്ന് അത് യൂസ് ചെയ്യാം. അതൊരു മോയ്സ്ചറൈസറും കൂടെയാണ്. അത് യൂസ് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങൾ ഡെയിലി യൂസ് ചെയ്യാൻ പറഞ്ഞാൽ നാച്ചുറലാണ്.